ചാറ്റെ ഇന്നത്തെ പരിപാടി, അതായത് അടുത്ത പരിപാടി ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത പരിപാടി വെച്ചാൽ പുതിയ ഹോം വാങ്ങാൻ പോവുകയാണ്. എൻ്റെ 4ാമത്തെ വീട്. ഈ ഗെയിമിൻ്റെ 3 വീട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 2000 കോയിൻ്റെ, പിന്നെ എത്ര ലക്ഷങ്ങളൊക്കെ വീട് സഹിതം എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരൊറ്റ വീട് മാത്രമേ ഞാൻ വാങ്ങാവുള്ളൂ. വണ്ടിയിൽ ബാക്കിയുള്ള സെറ്റാണില്ല. 1000 കോയിൻ ഇപ്പോൾ കയ്യിലുണ്ട് ചാറ്റെ. ഏത് സസ്പെൻഷൻ ഇപ്പം വയ്ക്കണില്ല. ആദ്യം വീട് വാങ്ങിച്ചാൽ ഫുള്ള് വീട് എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ആവും. കാരണം പ്രോപ്പർട്ടി നോക്കാൻ കാണിച്ചു തരാൻ ചുമ്മാ പറഞ്ഞാൽ വേണ്ട. മറ്റേ അവലൻ മാൻഷൻ ഹൗസ് എൻ്റെ ഉണ്ട്, ജോൺസൺ ഹൗസ് എൻ്റെ ഉണ്ട്, വെസ്റ്റ് എസ്റ്റേറ്റ് എൻ്റെ ഉണ്ട്. ഇനി 158 സിറ്റിയിൽ 1000 കോയിൻ്റെ ആ ഒരൊറ്റ വീട് എനിക്ക് വാങ്ങാവുള്ളൂ. ബാക്കി എല്ലാം എൻ്റെ കയ്യിലുണ്ട്. സിറ്റിയിൽ തന്നെ ഇറങ്ങാൻ ചാറ്റെ, വീട് പോയി വാങ്ങാൻ ചാറ്റെ, റിച്ച് ചാറ്റെ 1000 കോയിന് വീട് വാങ്ങാം. എയർ സസ്പെൻഷൻ വയ്ക്കേണ്ട, അത് അടുത്തതിന് വയ്ക്കാം. എയർ സസ്പെൻഷൻ ഇങ്ങനെ നീണ്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ ശേഖരിക്കണം. എന്നിട്ട് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പിന്നെ അത് ഈ വണ്ടി കുറച്ച് കഴിഞ്ഞെടുത്ത് ഓടിക്കുമ്പോഴാണ് കുറേ ആലോചന. പ്രോഫിറ്റ് ഇപ്പോൾ 60 സംതിങ് എത്ര ലക്ഷം ഉണ്ടായിരുന്നു. 64 ലക്ഷം ആയിട്ടുണ്ടോ ചേട്ടൻ? 64 ലക്ഷം ആയിട്ടുണ്ടേ. 63 ലക്ഷമായിരുന്നു മറ്റേ മിഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കിയപ്പം. 63 ലക്ഷത്തി എത്ര 94,000 എത്രയൊക്കെ. ഇതുകൂടെ എടുത്തപ്പം 64 ലക്ഷമായി. ഓക്കെ, ഹൗസ് എവിടെയാണ് നോക്കട്ട് ചേട്ടേ. ഇതാണ് വീട്, ഇവിടെയാണ് വീട് ചേട്ടേ. ഉറപ്പെടുന്നേ. നോക്കാം, അങ്ങോട്ട് പോവാം. ഈ പൊലയാടി ഇടത്ത് എനിക്ക് തിരിഞ്ഞു. ഓക്കെ ചേട്ടൻ വീട് വാങ്ങിക്കാൻ പോവാണ് ചേട്ടൻ. എൻ്റെ 4ാമത്തെ വീട് ചാറ്റെ. റെഡ് ഫോക്സിൻ്റെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലർ 2 4ാമത്തെ വീട് ചാറ്റെ. റിച്ച് ചാറ്റെ. ഓക്കെ, വാങ്ങാം. കണ്ട ഇതാണ് വീട്. ഉറപ്പെടുന്നേ. എനിക്ക് കാണിച്ചിട്ട് ഇത്രയും വലിയ ഇതാണ് കേട്ടാ. ബിൽഡിങ്ങിലാണ് വീട്. കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, ഇതാണ് ഉണ്ണയാണെന്നൊന്നും പിന്നെ പറയല്ലേ. ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇതൊക്കെ അല്ലേ ചാറ്റ് ഒരു ഫോട്ടോ എടുക്കാതെ പിന്നെ എങ്ങനെ ശരിയാവും? ഇത്രയും വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വീഡിയോ കയറി വാങ്ങിക്കാം. എല്ലാം സെറ്റാണ്. റിഫ്ലക്ഷൻ സെറ്റാണ്, ബാക്കിയെല്ലാം സെറ്റാണ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനുള്ള എടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ CPM 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ ഒരു സമയം ഡ്രോണിൽ വെച്ചാണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കുണ്ണ എനിക്ക് ഫോട്ടോ ആയില്ല. എന്തോ അന്ന് ഞാൻ വീട്ടിൽ കയറാൻ വന്നപ്പോൾ ഇറക്കി വിട്ടുകയാണ്. വീട് വാങ്ങിച്ചാലേ കയറാൻ പറ്റുന്നു. ഇപ്പോൾ വാങ്ങിക്കാനാണ് ആ പുണ്ടച്ചി മക്കളെ വന്നേക്കണം. തുറയുടെ വാതിൽ കയറട്ടെ. ഞാൻ അങ്ങോട്ട് എനിക്ക് തുറന്ന് കാണാൻ നിൻ്റെയൊക്കെ വാതിൽ മയിലുകളെ കയറട്ടെ. ബൈ ദിസ് ഹൗസ് വാങ്ങിക്കാൻ പോവാ എന്നടാ കുണ്ണേ. ഞാൻ 1000 കോയിന് ഞാൻ വാങ്ങിക്കാൻ പോണ്ടടാ. വാങ്ങിച്ചടാ ഞാൻ വീട്. എടാ തൊട്ടടാ, ഞാൻ 1000 കോയിന് തൊട്ട്. പ്രൈവറ്റ് സോണാ നിൽക്കേ. എപ്പോൾ കാണിച്ചു തരാമേ ചേട്ടാ. നിൽക്കേ, ഒരു ഫോട്ടോ ഇവിടെ എടുക്കാണ്ട് കേട്ടോ. ബൈയിങ്ങിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ഇവിടെ ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കണം. എനിക്ക് ഞാൻ 1000 തൊട്ടില്ലായിരുന്നു. അത് തൊടണേ മുന്നേ ഇപ്പോൾ മാഞ്ഞ് കാണും കേട്ടാ. ഞാൻ തൊട്ടയാണല്ലേ. എനിക്ക് ഒന്നുകൂടെ തൊടാം. എൻ്റെ കോയിനാണ് പോയി നോക്കിയോ കുണ്ണേ. നിന്നെ നോക്കിയോ. കാര്യം പറയണം ചേട്ടാ. എൻ്റെ കോയിൻ പോയിട്ടുണ്ടെങ്കിൽ കളി മാറൂടെ. പുതിയ ഹോം വാങ്ങിക്കാൻ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടാ. ഇനി ഏതാനും സെക്കൻഡുകൾ. കാര്യമാണ് ചേട്ടൻ, സെക്കൻഡുകൾ മതിയേ. എൻ്റെ എനിക്ക് 1000 കോയിൻ അല്ലേ. ഓക്കെ, ലോഡിങ്. യു ഹാവ് എ ന്യൂ ഹൗസ്. പുറപ്പെടുന്നേ. എടാ വഴി മാറടാ കുണ്ണേ. പുറപ്പെടുന്നേ. എടാ താഴെ പോയി. എടാ വീട്ടിൽ കയറട്ട്. ലിഫ്റ്റ് ആണല്ലേ ഇത്. എടാ ഇവിടെ ഇരുട്ടാ. ഇതെന്തിലൊട്ടാ ചാറ്റെ. കണ്ടാടാ നീയൊക്കെ കണ്ണും കുണ്ണേം തുറന്ന് നോക്കി കാണടാ. പുതിയ വീടടാ. എൻ്റെ പുതിയ വീടടാ. ലക്ഷറി ഹൗസടാ ചാറ്റെ. ഉറപ്പെടുന്നേ. എടാ ഫുള്ളൊന്ന് ഓടിയായിരുന്നു നോക്കട്ടെ. ഇത് ഓക്കെ. ഇൻറ്റീരിയർ ഇടണോ? 2 ഇടാം. എടാ ഫുഡ് എല്ലാം ഇവിടെ റെഡിയാണ്. കണ്ടാ എടാ ഇവിടെ നിന്ന് നോക്കടാ. ഇതിനേക്കാളും എന്ത് വേണോടാ? നിങ്ങൾ കാണണ്ട. ഇവിടെ നിന്ന് നോക്കിയാൽ സിറ്റിയിൽ, ഇവിടെ നിന്ന് നോക്കിയാൽ വെളി കാണാം. സിറ്റിയിലെ കാര്യങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റും ചാറ്റ്. എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും. എടാ ബഗ് പുണ്ണ. നീൻ്റെ മോളിൽ കയറട്ടെ. ഓക്കെ, സെറ്റ്.
ഇതെന്തേര്, ഇത് ജിമ്മ്. എടാ ചേട്ടാ നിങ്ങളിത് കണ്ടാടാ, ഇതിനേക്കാൾ സന്തോഷം എനിക്ക് എന്ത് വേണോടാ. ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ, മനസ്സിലായില്ലേ, ടോപ്പിലാണ് ഇപ്പം എൻ്റെ വീട്. അതും 1000 കോയിൻ കൊടുത്ത് വാങ്ങിച്ച വീട്. ഓ പീസി, ഈസി പീസി, പീസി ബ്രോ, ഈസി പീസി. ഓ എടാ ഇത് കണ്ട ബ്രോ, സീരിയസ്ലി ബ്രോ, കാര്യം പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞല്ല. WOR ചാര്, WOR. അത് കണ്ട, അത് റെയിൽവേ സ്റ്റേഷൻ്റെ സാധനം ഉണ്ടല്ലേ. ഓ എടാ ഇത് കണ്ടാളാ നിങ്ങൾ. ഞാൻ എന്തൊരു സന്തോഷമാണ് ചേട്ടി. 4 വീട് ഈ ബിൽഡിങ്. ഇത് ബിൽഡിങ് നോക്കുകയാണെങ്കിൽ ചെറുതാണ്, പക്ഷേ ബിൽഡിങ് വെച്ചാൽ ഈ റൂം ചെറുതാണ്. അത് ഓക്കെ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ടോപ്പ് വ്യൂ ഉണ്ട്, ബെസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല. ഇതൊന്ന് മാറ്റിക്കോട്ട്. എനിക്ക് എടാ ഈ പുണ്ണ ബഗ്ഗട, ഞാൻ കാര്യം പറയാല്ല. ന്യൂ ഹോം ചാറ്റ്, ന്യൂ ഹോം. എടാ വെളിച്ചം കുറവാണ്, അതാണ് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് പിന്നെ നോക്കിക്കോളാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ? കാണാൻ പറ്റില്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടിയാൽ മതി. ചേട്ടൻ അങ്ങനെ 4ാമത്തെ വീട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടൻ. 4ാമത്തെ വീട്, ന്യൂ ഹോം ചേട്ടൻ. അന്ന് ഈ വീട്ടിൽ കയറാൻ വന്നപ്പോൾ ഇവിടുത്തെ കുണ്ണാൾ പറഞ്ഞു വെച്ചാൽ വീട് വാങ്ങിച്ചാൽ മാത്രമേ വീടൊന്ന് കാണിക്ക് പോലുള്ളതാണ്. ഇപ്പം വാങ്ങിച്ചടാ, കണ്ടോണ്ടിരിക്കണടാ അവൻ്റെയൊക്കെ ഉണ്ണാന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണാൾ ആരെടുത്തവൻ പറയണ. റിച്ചാടാ ഞാൻ ബാറ്റ്മാനാണ്ടാ ഉണ്ണേ. എടാ എനിക്ക് ഗ്രാഫിക്സിലൊരു കാര്യം മാറ്റിക്കോട്ടെ. ഈ വീടെത്തി ചെറുതായതുകൊണ്ടാണ് ഗ്ലിച്ച് അടിക്കുന്നത്. തല കണ്ട ഒന്ന് ചാടിയ മുട്ടും, അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ട വ്യൂ കണ്ട, അതൊരു അടാറ് സംഭവം തന്നെ. കാര്യം പറയാമല്ലോ, ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു വ്യൂ എന്ന് വെച്ചാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ വ്യൂവിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പണ്ട് ക്യാപ്റ്റൻ കുണ്ണ ഈ മോഡെടുത്ത് കളിച്ച് ഈ വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് മറ്റേ സ്റ്റോറി ഇടുമായിരുന്നു, എന്തൊക്കെ വാട്സപ്പിലൊക്കെ, മനസ്സിലായില്ലേ? ഇന്ന് അതും അവൻ മോഡൊക്കെ എടുത്ത് കളിച്ചാണ്. ഇന്ന് ഞാൻ 1 രൂപ, മനസ്സിലായില്ലേ, ഒരു റിയൽ മണി പോലും കൊടുക്കാതെ വാങ്ങിച്ചേക്കാണ് എല്ലാ വീടും. ഇവിടെ ഉള്ള എല്ലാ വീടും ഞാൻ വാങ്ങിച്ചേക്കാണ്. 2000 കോയിൻ്റെ എസ്റ്റേറ്റ് എൻ്റെ ഉണ്ട്, 1000 കോയിൻ്റെ ബിൽഡിങ്ങിൽ എൻ്റെ റൂം ഇപ്പോൾ ഇതുണ്ട്. പിന്നെ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ച വീടുണ്ട് വേറെ. ഉണ്ടടാ എനിക്ക് വീടൊക്കെ. എനിക്ക് ഇവിടെ 2-3 ബൾബ് വാങ്ങിച്ചിടണം ചാറ്റെ. കാര്യം പറയാല്ല, ഇവിടെ ബൾബ് വാങ്ങിച്ചിട്ടാലേ പറ്റും. ഭയങ്കര വെളിച്ചക്കുറവുണ്ട്. ഹൈ ഗ്രാഫിക്സ് ഇട്ട് എൻ്റെ ഫോട്ടോ എടുക്കട്ടെ ചേട്ടെ. പുതിയ വീട്ടിൽ കയറിച്ചൊരു ഫോട്ടോ എടുക്കാൻ പോയാൽ അതിനേക്കാളും മോശമായിട്ടുള്ള പരിപാടി അറിയില്ല ചേട്ടെ. ന്യൂ ഹോം ചാറ്റ്, പുതിയ വീടടാ. ആണടാ നീയൊക്കെ പുതിയ വീട്. ഞാൻ കാര്യം പറയാല്ലേ, അടുത്തി സെറ്റ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ എല്ലാം എടുത്തിട്ടുണ്ട്. എടാ കണ്ടല്ല, നിങ്ങളിനി കണ്ടില്ലെന്ന് പറയല്ലേ. ഈ ഗ്രാഫിക്സ് സെറ്റായിക്കോട്ട്. ഇവിടെ ഈ വീട് സ്ഥലം ഇത്തിരി കുറവുണ്ട് കേട്ടോ, അതാണ് ഇത്തിരി ഒരു വിഷയമായിട്ടുള്ള. ബാക്കി കണ്ട എല്ലാ സെറ്റാണ് കണ്ട. നൈറ്റ് ടോ എടാ നിൽക്കേ. ഒരു കാര്യം വിട്ടോ എനിക്ക്. എടാ ഇതിപ്പോൾ മോർണിംഗ് അല്ലേ ചാറ്റേ. നിൽക്കേ, ഈവനിങ് ഇട്ടെ, എഫക്റ്റ് പോയിട്ട് ഈവനിങ് ഇട്ടെ. എടാ കാലം മാറി വരണത് എനിക്കിവിടെ കാണാൻ പറ്റണുണ്ടറാ. എനിക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടറാ. എടാ എനിക്ക് നൈറ്റ് നോക്കട്ടെ ചാറ്റേ, നൈറ്റ്. എടാ ചന്ദ്രൻ. എടാ ഞാൻ ചന്ദ്രൻ ഇതുവരെ കണ്ടിട്ടില്ല. കാര്യം പറയാം, ഈ ഗെയിമിൻ്റെ അകത്ത് ചന്ദ്രൻ ഞാൻ വലുതായിട്ട് കണ്ടിട്ടില്ല. ആകാശത്തോട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ വീട്ടിൽ നിന്നോട്ട് ഞാൻ കാണും. കാണിച്ചാ ബ്രോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ കാണണോടാ, എൻ്റെ വീട് കണ്ടാടാ ഇത്. ഇപ്പം നൈറ്റ് ഇട്ടപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ വെളിച്ചമുണ്ട് കേട്ടോ. മോർണിംഗ് ആകുമ്പോൾ വെളിച്ചം കുറവുണ്ട്. കാരണം ഇപ്പം അത്തി കൂടെ വെളിച്ചം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ബ്രൈറ്റ്നസും കൂട്ടിച്ചില്ലേ.
ഇത് കണ്ടാ? ഓ, ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ. എടാ, നൈറ്റ് ടൈമിൽ ഈ വീടാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി മുതൽ നൈറ്റ് ഈ ഡ്രൈവൊക്കെ ചെയ്ത് സാധാരണ സമയത്തുണ്ടല്ല ഈ വീട്ടിൽ കയറാം. സിറ്റി അല്ലേ, പെട്ടെന്ന് തൊട്ടടുത്തുമാണ്. മഞ്ഞി പോണ്ട, സിറ്റിയിൽ നിൽക്കാം. ഓക്കെ, കണ്ട ബെസ്റ്റ് ബെസ്റ്റ്. അവിടെ ടി വി ഒക്കെ കാണാം ഇവിടെ. ഓ ഇടുന്നേടാ. ഇത് കണ്ട, ഒരു വീട്ടിന് ആവശ്യമുള്ള എല്ലാം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എന്നാൽ ഭയങ്കര എസ്റ്റേറ്റ് അല്ല, മറ്റേ 2000 കോയിൻ്റെ എസ്റ്റേറ്റ് അല്ല. അതിനനുസരിച്ച് എന്തായാലും നല്ല കിടുകാഴ്ചനുണ്ട്. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുവാണെങ്കിൽ കണ്ട, ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നൈറ്റ് കാണാം. ഓ, അത് കണ്ട എടാ, ആ ബിൽഡിങ്ങിൽ വെളിച്ചം നിൽക്കേ, സംതിങ് ഫിഷിയെ. എടാ, നിങ്ങൾ കണ്ട ആ ബിൽഡിങ് എന്തൊരു വെളിച്ചം. അവിടെ ആൾ താമസം ഉണ്ടാ ചാറ്റേ? ഇത് സീനാവൂ. എടാ, ഇവിടെ ചെടിയൊക്കെ ഇരിക്കണം. ഈ ചെടി ഞാൻ നട്ടേണ അല്ലെന്ന് തോന്നുന്നു. കണ്ട ബൾബ് വെളിച്ചം, ബൾബിലെ വെളിച്ചം ചാറ്റേ, ബൾബിലെ വെളിച്ചം. തറയിലോട്ട് നോക്കട്ടെ, റോട്ടി കണ്ടാടാ ചാറ്റേ, എന്ത് ഇതിനെ. എടാ ബഗ്ഗേ എലവേറ്റർ എൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലേ, അത് കണ്ട. ഗ്യാരേജിലോട്ട് എത്തിക്കാൻ ഇത് പറ്റും. ഇത് മതിയടാ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ ഗെയിമിൽ 4 വീട്. ഈ ഗെയിം ഞാൻ കളിക്കാൻ വേണ്ടി ഏകദേശം ഇപ്പോൾ 5 മാസം ആവാറായി. 1 രൂപ കൊടുത്തിട്ടില്ല. സമയമാണ് കൊടുത്തേക്കാം. ടൈമാണ് ഇൻവെസ്റ്റ്. നോ പെയിൻ നോ ഗെയിൻ. ഓ, ആ കറക്റ്റ് ടൈം അവിടെ എഴുതിച്ചേക്കണ ചാറ്റേ. ഓ, അതാണ് ചാറ്റേടാ, നിങ്ങൾക്ക് ഇത്രയുള്ള നോ പെയിൻ നോ ഗെയിൻ ചാറ്റ്. നോ പെയിൻ നോ ഗെയിൻ. നിനക്ക് ഗെയിൻ വേണമെങ്കിൽ നീ പെയിൻ അനുഭവിക്കണം കുണ്ണെ. അത്രേ ഉള്ളു, കാര്യം പറയാനല്ല. മനസ്സിലായില്ലേ? അവിടെ ഇത് എനിക്കിഷ്ടപ്പെട്ടു. വീട്ടിൻ്റെ അകത്തിപ്പോൾ ഈ ഒരു പരിപാടി. ഇത് കണ്ട ജിമ്മുണ്ട്. അപ്പോൾ നോക്കണേ, എൻ്റെ മറ്റേ വീടൊക്കെ നോക്കണേ, മഞ്ഞുള്ള വീടുണ്ടല്ല, അത് നോക്കണേ, അത് ഒത്തിരി വലുതാണ്. പല റൂമുകളുണ്ട്. അതിന് പ്രത്യേകം കിച്ചണുണ്ട്, പ്രത്യേകം മറ്റേ ബാത്തിങ്ങിനുള്ള സംഭവമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ സാധനങ്ങളെല്ലാം തന്നെ ഇതിലും ഉണ്ട്, ഈ വീട്ടിലും ഉണ്ട്. അതനുസരിച്ച് പക്ഷേ അവന്മാർ ചെറിയ സ്ഥലത്ത് ഒതുക്കി ടെക്നിക്കലി ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? എഞ്ചിനീയർ മിടുക്കെന്നാണ് ഇതിനെ പറയണം. കണ്ട, ഒരു റൂമിൽ തന്നെ ഇത് ബെഡ്റൂമിൽ കണ്ട, ഇത് കണ്ട ബെഡ്, PC, ജിമ്മിനുള്ള സാധനം, എണീക്കുമ്പോൾ ബെസ്റ്റാണ്. പിന്നെ ഇവിടെ നിന്ന് എണീച്ച് നോക്കുവാണെങ്കിൽ വ്യൂ നോക്കണേ. കണ്ട, ഇവിടെ നിന്നൊരു വ്യൂ കിട്ടുമെന്ന് വെച്ചാൽ അത് ബെസ്റ്റ് വ്യൂ. അതുപോലെ തന്നെ ഇവിടെ താഴെ ഇറങ്ങി വരുവാണ്. TV, സോഫ, കിച്ചൺ, തൊട്ടിപ്പുറത്ത് കിച്ചൺ, ടേബിൾ കഴിക്കാൻ, അപ്പുറത്തൊരു കുണ്ണച്ചെടി. പിന്നെ ഇവിടെ കണ്ട ഡ്രസ്സ് വരെ ഉണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? ഇവിടെ കണ്ട ഒരു ഇതുപോലത്തെ സംഭവം. ഇവിടെ കണ്ണാടി വരെ ഉണ്ട്. കണ്ണാടി, മുഖവും കുണ്ണ എല്ലാം നോക്കാം. പിന്നെ ഇവിടെ ബുക്കുണ്ട്. ഇവിടെ വേണേൽ നൈറ്റ് വന്ന് ഇരിക്കാം, വായിക്കാം. അവന്മാർ ഈ വീട് പണിഞ്ഞവന്മാരുണ്ടല്ല, ടെക്നിക്കലി അവന്മാർ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിൻ്റെ ഒരു സംഭവം ഉണ്ടല്ല, മറ്റേ ഗുഡ് എഞ്ചിനീയർ, ആ ഒരു സംഭവമുണ്ട്. അതായത് കുറച്ച് സ്ഥലം കിട്ടിയോളൂ, പക്ഷെ കിട്ടിയ സ്ഥലത്ത് വളരെ ബെസ്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കാര്യം പറയല്ല. ഇത് കണ്ട, കാറിൻ്റെ പടം വരെ ഉണ്ട് ഇവിടെ. കണ്ട, കാറിൻ്റെ സാധനങ്ങൾ ലൈറ്റ് ഉണ്ട്, അതനുസരിച്ച് വെച്ചിട്ടുണ്ട്. എടാ, ഇനി നൈറ്റ് ഒന്ന് ഈവനിങ് കിട്ടുമോട്ടെ. എടാ, ഈവനിങ് കിട്ടുന്ന റോഡ് പോകട്ടെ. ഇപ്പോഴും നല്ല വ്യൂ ഉണ്ട്. ഇനി ഡേ ഇട്ടോട്ടെ. ഡേ ഇടുമ്പോൾ ഈ റൂമിൻ്റെ അകത്ത് വെളിച്ചം കുറയും. കണ്ട, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡേ ഇടുമ്പോൾ ഈ റൂമിൻ്റെ അകത്ത് വെളിച്ചം കുറയും. അതായത് ഈ റൂം മെയിനായിട്ട്, ഈ ഒരു ബിൽഡിങ്ങിൽ ഈ ഒരു റൂമെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഡേ അല്ല, ഈവനിങ്ങും അല്ല, നൈറ്റ് ടൈമിൽ വന്ന് നിൽക്കാനും അങ്ങനെ വേണ്ടി മാത്രമുള്ളൊരു ബിൽഡിങ്ങിലെ റൂമാണിത്. കാര്യം പറയാനല്ല. അതായത് നൈറ്റ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും അത് സുഖമായിട്ട് അടിച്ചു പൊളിച്ച് നിൽക്കാൻ സാധ്യതയാണ്. ഇനി മുതൽ ഡേ നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ ടൈമിൽ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാം. അതെന്തായാലും ഞാൻ 100% ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും ബെസ്റ്റൊരു സ്ഥലം കിട്ടൂല. കാര്യം പറയാനല്ല, നൈറ്റ് സ്റ്റേ ചെയ്യാൻ ഇതിനേക്കാളും നല്ലൊരു സ്ഥലം കിട്ടൂല. ഓക്കെ, ഞാൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ കാർ മെക്ലാരൻ ഇവിടെ കിടക്കും. ഇവിടെ ഇനി മറ്റേ സാധനം ഇട്ട് ഇനി ഈ ബിൽഡിങ് എനിക്ക് ഓടിച്ചാടി നടന്ന് കയറാൻ ചാറ്റേ. നിങ്ങൾ കണ്ടോ? ഇവിടെ വെളിയിലോട്ട് പോകാനുള്ള ഈ ഡോറും കൂടെ വ്യക്തമാവണില്ലല്ലോ. ഓക്കെ, വെളിയിലോട്ട് വന്നിട്ടുണ്ട് ചേട്ടൻ, വെളിയിലോട്ട് വന്നിട്ടുണ്ട്. വണ്ടി കയറിനോണ്ട് ബാക്ക് അടിക്കാന്ന് ബാക്കിലോട്ട് എടുത്തിട്ട്